ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു കടല ചുണ്ടലാണ് തയ്യാറാക്കുന്നത്. തിരുവനന്തപുരം സ്പെഷ്യലായിട്ടുള്ള ഈ കടല ചുണ്ടൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 8 മണിക്കൂർ കുതിർത്ത വെള്ളക്കടല നന്നായിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. 6 വിസിൽ കൊടുത്ത് വേവിച്ചാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഇനി നമുക്ക് വെന്ത കടല ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 വറ്റൽമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് പറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാമേ. അതുവരെ ഒന്ന് അടച്ചു വെച്ചേക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കാം. നമ്മുടെ കടലച്ചുണ്ടൽ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒരു 4 മണി പലഹാരമായിട്ട് കട്ടൻ കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന ഒരു ട്രിവാൻഡ്രം സ്പെഷ്യൽ വിഭവമാണ് കടലച്ചുണ്ടൽ. പ്രോട്ടീൻ്റെ കലവറിയായ കടല ഏത് രീതിയിൽ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് വളരെ ഗുണകരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കടലച്ചുണ്ടൽ ഞാനൊരു സർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. വീട്ടിലിത് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്കും ഷെയറും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.